ഓ മൈ ഗോഡ്, നിന്നെ കാണാൻ ശരിക്കൊരു മണവാട്ടി പോലെ ഉണ്ടല്ലോ. ഒന്നും മിണ്ടാതിരിക്കെ. എന്നെ ഇങ്ങനെ ഒരുക്കിയത് അമ്മയാ. നീ എന്താ ആലോചിക്കുന്നത്? നമ്മുടെ വെഡിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? നീ എന്റെ ഭാര്യ മാത്രമല്ല, താലൂക്ദാർ ഫാമിലിയിലെ ഒരേ ഒരു മരുമകളാ നീ. വെഡിങ് സെലിബ്രേഷൻ എന്ന വാക്ക് എന്റെ ലൈഫിൽ നിന്ന് തന്നെ എന്നേക്കുമായി പോയെന്നാ തോന്നുന്നത്. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. പക്ഷെ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്നാ. പക്ഷെ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. ആ കാര്യം ഓർത്ത് വിഷമിക്കരുത്. അങ്കിൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കോളും. ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. എന്നെ കൊണ്ട് അതിന് കഴിയുകയില്ല. നീ മാത്രമല്ല, നീ പണിഞ്ഞിരിക്കുന്ന നിന്റെ മൂക്കിലെ ആ മൂക്കുത്തിയില്ലേ, അത് റോഷൻ മഹാജന്റെ പെരുമയുള്ളതാ. അതുകൊള്ള എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട. ഞാനിപ്പോ നിന്റെ ഭാര്യ മാത്രോ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഞാൻ നിനക്ക് ഒരു വെഡിങ് ഗിഫ്റ്റ് തരട്ടെ? ഏയ്, ആദ്യം നിന്റെ റിട്ടേൺ ഗിഫ്റ്റ് എടുത്തോ, എന്നിട്ട് നിന്റെ ഗിഫ്റ്റ് താ. എന്നിട്ട് സ്നേഹത്തിന്റെ ബൊക്കെ ഓപ്പൺ ചെയ്താൽ മതി. താലൂക്ദാർ കുടുംബത്തിലെ ആണുങ്ങൾക്ക് ഒരുപാട് പവറുണ്ട്. കസില, കസില എഴുന്നേക്ക്. വാ. അതെ, നിങ്ങളുടെ മനസ്സിന് വല്ല അസ്വസ്ഥതയുണ്ടോ? ചെറുതായിട്ടൊരു നെഞ്ചുവേദന പോലെ. വെള്ളം കുടിക്കേ. ഈ വെള്ളത്തിന് എന്റെ വേദന ഒന്ന് മാറ്റിത്തരാൻ പറ്റുമെങ്കിൽ എത്ര നന്നായിരുന്നേ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുക. എന്റെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത. എന്താ എന്താ പറഞ്ഞേ? നീ 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 വല്ലത് വേർക്കുന്നുണ്ടല്ലോ. വാ, ഇരിക്ക്. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. വിഷമിക്കില്ല, എല്ലാം ശരിയാവും. നോക്ക്, നേരം പുലരുമ്പോ എല്ലാം ശരിയാവും. നേരെ എപ്പോഴാ വെളുക്ക? അതിനി എത്ര സമയമുണ്ട്? എന്തുപറ്റി? നിങ്ങൾ ഇനി ഉറങ്ങിയില്ലേ? എന്റെ മോളിപ്പോ എന്റെ വീട്ടിലല്ലോ.
എനിക്ക് എന്റെ ഹൃദയം ഇപ്പോൾ എംറ്റി ആയി പോയിരിക്കുക. എന്റെ ജീവനിപ്പോ എന്റെ കയ്യിലല്ല. പിന്നെ ഞാൻ എങ്ങനെയാ ഉറങ്ങുന്നേ? ഞാൻ അവളുടെ അച്ഛനല്ലേ? അപ്പൊ ഞാനും അവളുടെ അമ്മയല്ലേ? ഒരു മകൾക്ക് വേണ്ടി വേദനിക്കുന്നത് അച്ഛൻ മാത്രമാണോ? അമ്മയ്ക്ക് വിഷമം ഉണ്ടാവില്ലേ? 10 മാസം 10 ദിവസം എന്റെ ഈ വയറ്റി ചുമന്ന് പ്രസവിച്ചതാ. എന്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങാതെ വളർന്നവള അവള്. അപ്പൊ എന്റെ മനസ്സിന് മാത്രം വേദന ഉണ്ടാവില്ലേ? ആ വേദന എന്താ ആർക്കും മനസ്സിലാവാത്തത്? എന്റെ മോള് ഇപ്പൊ എന്നോടൊപ്പം ഇല്ല. ഏതായാലും ഈ രാത്രി ഒന്ന് കഴിയട്ടെ. നാളെ രാവിലെ നമുക്കൊരു വഴി ഉണ്ടാക്കാം. ആരാണ് തനിച്ചായി പോകുന്നതെന്ന് അപ്പൊ നമുക്ക് കാണാം. പോ, ഇവിടുന്ന് പോ. വേർപ്പെടുത്താൻ പറ്റുമെങ്കിൽ നീ അവരെ കൊണ്ടുപോയിക്കോടാ. ചേർത്ത് പിടിക്കോ. നമ്മൾ ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും അതൊന്നിച്ചായിരിക്കാം. ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നിച്ച് മരിക്കാം.